സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. പാക് പീഡിത ക്രൈസ്തവർക്ക് വേണ്ടി സ്വരമുയർത്തുന്ന യുവതിക്ക് ACNന്റെ ധീരതാ അവാർഡ്. ലാഹോർ. കൊടിയ മതപീഡനത്തിനും വിവേചനത്തിനും ഇരയായി ദുരിതങ്ങളിലൂടെ കടന്നുപോകുന്ന പാകിസ്ഥാനിലെ ക്രൈസ്തവർക്ക് വേണ്ടി ധീരതയോടെ പോരാടുന്ന യുവതിക്ക് ACNന്റെ ധീരതാ അവാർഡ്. കത്തോലിക്ക സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡ് ഏർപ്പെടുത്തിയ അവാർഡിന് റിബ്ക നെവാഷ് എന്ന യുവതിയാണ് അർഹയായിരിക്കുന്നത്. ക്രൈസ്തവ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നീതി ലഭിക്കുന്നതിനു വേണ്ടി ശബ്ദമുയർത്തുന്നതിൽ അസാമാന്യ തീഷ്ണത കാണിക്കുകയും ക്രൈസ്തവരോടുള്ള അനീതിക്കെതിരെ ശക്തമായി പോരാടുകയും ചെയ്യുന്ന റിബ്കയുടെ ധീരതയാർന്ന നിലപാട് കണക്കിലെടുത്താണ് കറേജ് ടു ബി ക്രിസ്ത്യൻ അവാർഡ് നൽകുന്നതെന്ന് ACN വ്യക്തമാക്കി. 24 വയസ്സ് മാത്രം പ്രായമുള്ള നെവാഷ് പാകിസ്ഥാനിലെ ക്രൈസ്തവ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ദയനീയാവസ്ഥയെക്കുറിച്ച് തുറന്നു പറയുകയും തട്ടിക്കൊണ്ടുപോയി ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന അനീതിക്കെതിരെ ശക്തമായി സ്വരമുയർത്തുകയും ചെയ്തിരുന്നു. അക്രമാസക്തമായ പീഡനങ്ങളെ അതിജീവിച്ചവരെ സമൂഹത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനും അവരുടെ ശബ്ദമായി മാറാനും ഈ യുവതി തന്റെ യൗവനം മാറ്റിയിരിക്കുകയാണ്. 2023 ഓഗസ്റ്റിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ജരൻവാലിയിൽ അരങ്ങേറിയ ക്രൈസ്തവ വിരുദ്ധ കലാപത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട ക്രൈസ്തവർക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പത്രസമ്മേളനങ്ങളിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. പാകിസ്ഥാനിലെ പീഡിത സഭയ്ക്ക് വേണ്ടി വാദിക്കുന്ന അസാധാരണമായ ശക്തിയും ധൈര്യവും നിശ്ചയദാർഢ്യവും പരിഗണിച്ച് റിബ്കയ്ക്ക് അവാർഡ് നൽകുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ACN UKയിലെ ദേശീയ ഡയറക്ടർ ഡോക്ടർ കരോലിൻ ഹൾ പറഞ്ഞു. 2024 ക്രിസ്ത്യൻ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ബഹുമാനവും നന്ദിയും അറിയിക്കുന്നുവെന്നും പീഡിത ക്രൈസ്തവരെ സഹായിക്കാൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും റിബ്ക നെവാഷ് പ്രതികരിച്ചു. പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരെ പ്രത്യേകം അനുസ്മരിക്കുന്ന റെഡ് വെനസ്ഡേ ആചരണത്തിന്റെ ഭാഗമായി ഇന്നലെ ലണ്ടനിലെ ബ്രോംപ്ടൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് റിബ്ക നെവാഷിന് അവാർഡ് സമ്മാനിച്ചു. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.